Morning all. Today let us start with the third module. The first topic is Multiprocessor System Interconnect. We have already learned what is multiprocessor systems. Here in this module we are going to discuss how these processors can communicate with the various components through the interconnecting networks. Multiprocessor systems fast work ചെയ്യണമെങ്കിൽ they have to interact with various components like memory, shared memory, cache, input-output devices and so on. അപ്പോൾ ഇതെല്ലാം ഫാസ്റ്ററായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ it can work effectively. ഓക്കെ, എത്രയും ഫാസ്റ്റായിട്ട് അതിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. So how these processors and the different components can communicate between each other, how they can transfer data or information between each other, അതെല്ലാം നമ്മൾ എങ്ങനെ പോസിബിൾ ആക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് മൾട്ടി പ്രോസസ്സർ സിസ്റ്റം ഇൻ്റർകണക്റ്റ്. A parallel processing demands the use of efficient system interconnect for fast communication among multiple processors and shared memory, input-output and peripheral devices. Okay. Parallel processing എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യേണ്ട സിസ്റ്റംസാണ് മൾട്ടി പ്രോസസ്സർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. മൾട്ടി പ്രോസസ്സർ സിസ്റ്റംസാണ് ഈ പാരലൽ പ്രോസസ്സിങ് എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പാരലൽ പ്രോസസ്സിങ് എനേബിൾ ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് ഇതുപോലത്തെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഇൻ്റർകണക്റ്റ് ഉണ്ടാവണം. എഫിഷ്യൻറ്റ് സിസ്റ്റം ഇൻ്റർകണക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ സിസ്റ്റം പ്രോസസ്സേഴ്സും അതിനനുബന്ധമായിട്ടുള്ള ഡിവൈസസുമെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനുള്ള മെത്തേഡ്സ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഫാസ്റ്റായിട്ട് അത് ആക്സസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് വി യൂസ് ഓഫ് എഫിഷ്യൻറ്റ് സിസ്റ്റം ഇൻ്റർകണക്ട് ഫോർ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എമംഗ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്, ഷെയർഡ് മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് പെരിഫറൽ ഡിവൈസസ്. ഓക്കെ, അപ്പം ഇതുപോലത്തെ കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്? മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്, അതായത് പ്രോസസ്സേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പ്രോസസ്സേഴ്സും ഷെയർഡ് മെമ്മറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും നമ്മുടെ പ്രോസസ്സറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, പെരിഫറൽ ഡിവൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പോസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇൻ്റർകണക്റ്റ് ഉണ്ടാവണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റം ഇൻ്റർകണക്റ്റ്. ഓക്കെ, അപ്പോൾ പാരലൽ പ്രോസസ്സിങ് നമുക്ക് ഈ പോയിൻറ്റിൻ്റെ അർത്ഥം അതാണ്. പാരലൽ പ്രോസസ്സിങ് നമുക്ക് എഫിഷ്യൻ്റായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാരലൽ പ്രോസസ്സിങ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർകണക്റ്റിംഗ് സിസ്റ്റം വേണം. ഓക്കെ, സിസ്റ്റം ഇൻ്റർകണക്റ്റ് കോൺസെപ്റ്റ് വേണം. അപ്പം ഈ സിസ്റ്റം ഇൻ്റർകണക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ഓഫ് among multiple processors, shared memory, input-output devices and peripheral devices. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമൺലി യൂസ്ഡ് ഇൻ്റർകണക്ട്സ് ആർ, അല്ലെങ്കിൽ കോമൺലി യൂസ്ഡ് ഇൻ്റർകണക്ഷൻ ടെക്നിക്സ് ആർ ഹൈറാർക്കിക്കൽ ബസസ്, ക്രോസ് ബാർ സ്വിച്ചസ്, മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക്സ്. ഈ 3 കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പ്രോസസ്സറും പിന്നെ അതിന് അനുബന്ധമായിട്ടുള്ള ഡിവൈസസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ 3 രീതിയിലുള്ള ടെക്നോളജീസ് വെച്ചിട്ടാണ്, ഈ 3 രീതിയിലുള്ള ഇൻ്റർകണക്റ്റിംഗ് സിസ്റ്റംസ് വെച്ചിട്ടാണ്. ഹൈറാർക്കിക്കൽ ബസ് ആകാം, ക്രോസ് ബാർ സ്വിച്ച് ആകാം, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക് ആകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈറാർക്കിക്കൽ ബസ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ബിഫോർ ഗോയിങ് ഇൻ ടു ദ കോൺസെപ്റ്റ് ഓഫ് ഹൈറാർക്കിക്കൽ ബസ്സസ് നമുക്ക് വേറെ കുറച്ച് കോൺസെപ്റ്റുകളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ ജനറലൈസ്ഡ് മൾട്ടി പ്രോസസ്സർ സിസ്റ്റം ആർക്കിടെക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ജനറലി ഒരു മൾട്ടി പ്രോസസ്സർ സിസ്റ്റത്തിൽ ഈ പറയുന്ന ഇൻ്റർഫേസസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഷെയർഡ് മെമ്മറി ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രോസസ്സേഴ്സ്. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ട്. P1, P2 എക്സെട്ര അപ് ടു Pn എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. ഈച്ച് പ്രോസസ്സർ ഈസ് ഹാവിങ് എ സെപ്പറേറ്റ് ക്യാഷ് ആൻഡ് എ ലോക്കൽ മെമ്മറി. ഈ C1, Cn എന്നൊക്കെ പറയുന്നത് ക്യാഷാണ്. LM എന്ന് പറയുന്നത് ലോക്കൽ മെമ്മറി. So there are multiple processors
P1, P2, etc. up to Pn, and each processor is having a individual local memory and a cache. Okay, so these multiple processors are communicating with the shared memory. ഇത് SM1, SM2, etc. up to SMN എന്ന് പറയുന്നത്, SMM എന്ന് പറയുന്നത് ഷെയർഡ് മെമ്മറിയാണ്. So these multiple processors are communicating with the shared memory through this inter-process memory network, IPMN. IPMN എന്ന് പറയുന്നത് ഇൻ്റർ പ്രോസസ്സർ മെമ്മറി നെറ്റ്വർക്ക്, അതായത് മെമ്മറിയും പ്രോസസ്സറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഇൻ്റർഫേസാണ് ഈ പറയുന്ന IPMN. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബസ് അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസാണ് IPMN. ക്ലിയർ? ഇനി ഈ പ്രോസസ്സറും these processors have to communicate with external devices, input-output devices, network devices and so on. Okay, അപ്പോൾ അതിന് വേണ്ടിയിട്ട് we are having another interface called Processor Input-Output Network, PION. Okay, PION എന്ന് പറയുന്നത് എന്തിനുപയോഗിക്കുന്നതാണ്? These processors have to communicate with the input-output devices and other peripherals. That is done using an interface called Processor Input-Output Network. Processor Input-Output Network, PION. ക്ലിയർ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇന്റർ പ്രോസസ്സർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതായത് the processor have to communicate in between themselves. That is done using IPCN. ഓക്കെ, അതായത് ഒരു പ്രോസസ്സറും മറ്റേ പ്രോസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് IPCN. ഓക്കെ, വാട്ട് ഈസ് IPCN? ഇൻ്റർ പ്രോസസ്സർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർഫേസസ് ആണ് നമുക്ക് ഈ ഓരോ ടൈപ്പ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ IPMN എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദ processors are communicating with the shared memory through IPMN. Okay, the processors are communicating with the input-output devices and other peripherals through PION. Okay, Processor Input-Output Network. The processors, the communication between the processors are done through IPCN, Inter-Process Communication Network. Clear? So this is the generalized multiprocessor systems and the interfaces found in these systems. Okay, interfaces അല്ലെങ്കിൽ networks found in these systems are explained. Clear? ഇതിൻ്റെ ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈച്ച് പ്രോസസ്സർ PI ഈസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്സ് ഓൺ ലോക്കൽ മെമ്മറി ആൻഡ് പ്രൈവറ്റ് ക്യാഷ് പറഞ്ഞു. Then multiprocessors are connected through the shared memory modules through IPMN. The processors share the access to the input-output and peripheral device through PION. അല്ലേ, പ്രോസസ്സറും ഇൻപുട്ട്-ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടുള്ള ഇൻ്റർഫേസാണ് PION ചെയ്യുന്നത്. ദെൻ ഡയറക്റ്റ് ഇൻ്റർ പ്രോസസ്സർ കമ്മ്യൂണിക്കേഷൻ, പ്രോസസ്സറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് യൂസിങ് IPCN, ഇൻ്റർ പ്രോസസ്സർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഓക്കെ, ഈ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക് ചോയ്സസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക്സ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. ഓക്കെ, അതായത് ഈ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പോൾ ഈ ചോയ്സസ് ചില ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ചോയ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, സോ ദ ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ വെറും നെറ്റ്വർക്ക്സ് ആർ ഡിസൈൻഡ് വിത്ത് മെനി ചോയ്സസ്. ദീസ് ചോയ്സസ് ആർ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ക്രൈറ്റീരിയ. ഓക്കെ, ഈ 3 ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നെറ്റ്വർക്ക്, ഇതെന്ത് നെറ്റ്വർക്കാണ്? ഡിവൈസസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ ഡിവൈസസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഹാർഡ്വെയർ ഡിവൈസസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നെറ്റ്വർക്ക് നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ചൂസ് സർട്ടൺ ക്രൈറ്റീരിയാസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്: ടൈമിംഗ്, സ്വിച്ചിങ് ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജി. ഓക്കെ, ടൈമിംഗ്, സ്വിച്ചിങ് ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജി. അതായത് ദ നെറ്റ്വർക്ക്സ് ആർ ഡിസൈൻ ബേസ്ഡ് ഓൺ ദീസ് 3 ക്യാരക്ടറിസ്റ്റിക്സ്.
timing, switching and control strategy. Okay, in dynamic network the multiprocessor intercommunications are under program control. അപ്പോൾ ഡൈനാമിക് നെറ്റ്വർക്ക് കോൺസെപ്റ്റ് ആണെങ്കിൽ ഈ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഹാർഡ്വെയർ ഡിവൈസസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാം വഴി കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ തമ്മിൽ ആ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതും ലിങ്ക് ഡിസ്കണക്ട് ചെയ്യുന്നതെല്ലാം ത്രൂ പ്രോഗ്രാമാണ്. ഓക്കെ, അത് ഹാർഡ്വെയർ വഴി ചെയ്യുന്ന സിസ്റ്റമല്ല. ഓക്കെ, അതാണ് ഡൈനാമിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൈനാമിക് നെറ്റ്വർക്കിൽ നമുക്ക് ആ ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ ഡിസൈഡ് ചെയ്ത് ആ സമയത്ത് ചെയ്ത് കൊടുക്കുന്നതാണ് ഡൈനാമിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൾട്ടി പ്രോസസ്സർ ഇൻ്റർ കണക്ഷൻസ് ആർ അണ്ടർ പ്രോഗ്രാം കൺട്രോൾ. ഓക്കെ, മൾട്ടി പ്രോസസ്സറിലുള്ള ഈ ഇൻ്റർ കണക്ഷൻസ് എല്ലാം പ്രോഗ്രാം കൺട്രോൾ വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദീസ് 3 ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 3 ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ടൈമിംഗ് കൺട്രോൾ. അപ്പോൾ ടൈമിംഗ് കൺട്രോൾ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, സിങ്ക്രണസും അസിങ്ക്രണസും. അപ്പോൾ ഈ ടൈമിംഗ് എന്ന് ഉദ്ദേശിച്ച ടൈമിംഗ് എന്തിനാണ്? ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ക്ലോക്കാണ്. ആ ക്ലോക്കിലായിരിക്കും നമ്മൾ ഈ ഡാറ്റ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഈ ഡാറ്റ മൂവ്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. ഡാറ്റയോ എന്ത് ഇൻഫർമേഷനോ അത് നമ്മൾ മൂവ്മെൻറ്റ് നടത്തുന്നത് ഈ പർട്ടിക്കുലർ ക്ലോക്ക് പീരീഡിലാണ്. ഓക്കെ, അപ്പം സിങ്ക്രണസ് ടൈമിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ ഗ്ലോബൽ ക്ലോക്ക് വിച്ച് സിങ്ക്രണൈസസ് ഓൾ നെറ്റ്വർക്ക് ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്ലോബൽ ക്ലോക്കുണ്ട്. ഈ ഗ്ലോബൽ ക്ലോക്ക് വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ ഡിവൈസസിൻ്റെയും ആക്ടിവിറ്റീസ് അത് സിങ്ക്രണൈസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലോബൽ ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ നെറ്റ്വർക്ക് ആക്ടിവിറ്റീസ് എല്ലാം സിങ്ക്രണൈസ് ചെയ്യുന്നത്. ഓക്കെ, നെറ്റ്വർക്കിൽ എപ്പം ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം, എപ്പം അത് റിജക്റ്റ് ചെയ്യണം, ഓക്കെ, ഏതൊക്കെ ഇൻഫർമേഷൻസ് ഏതൊക്കെ പെറിഫറൽസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യണം, ഇതെല്ലാം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ഗ്ലോബൽ ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് ഗ്ലോബലായിട്ട്. സിങ്ക്രണസ് എന്ന് പറയുന്നത് ഓൾ ദ ഡിവൈസസ് വിൽ ബി ആക്ടിവേറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ക്ലോക്ക്. ഓക്കെ, യൂണിഫോംലി ഓൾ ദ ഡിവൈസ് വിൽ ബി ആക്ടിവേറ്റഡ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് സിങ്ക്രണസ് ക്ലോക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അസിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അസിങ്ക്രണസിൻ്റെ മീനിങ് തന്നെ അതാണ് അല്ലേ. നമുക്ക് എല്ലാ ഡിവൈസസും ഒരുമിച്ചല്ല ആക്ടിവേറ്റ് ചെയ്യുന്നത്, പലതും പല സമയത്താണ്. ഓക്കെ, അതാ പറയുന്നത് ഇറ്റ് യൂസസ് ഹാൻഡ് ഷേക്കിംഗ് ഓർ ഇൻ്റർലോക്ക് മെക്കാനിസം ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എസ്പെഷ്യലി സ്യൂട്ടബിൾ ഫോർ കോർഡിനേറ്റിംഗ് ഡിവൈസ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്. അപ്പോൾ പല ഡിവൈസസിനും നമ്മളെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന പല ഡിവൈസിനും പല സ്പീഡാണ്. അപ്പോൾ ഈ പല സ്പീഡിനുള്ള ഡിവൈസസിന് നമുക്ക് ഈ ഗ്ലോബൽ ക്ലോക്ക് കൊടുക്കാൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ അസിങ്ക്രണസ് ക്ലോക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസിങ്ക്രണസ് ക്ലോക്ക് നമ്മൾ ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഫോർ കോർഡിനേറ്റിംഗ് ഡിവൈസസ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്. ഓക്കെ, പ്രോസസ്സറിനുള്ള സ്പീഡായിരിക്കില്ല ക്യാഷ് മെമ്മറിയുടെ സ്പീഡായിരിക്കില്ല മെമ്മറിയുടേത്. അപ്പോൾ ഈ ഓരോ ഡിവൈസസുകൾ തമ്മിൽ എന്താണ് വർക്കിംഗ് സ്പീഡിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അസിങ്ക്രണസ് ക്ലോക്ക് വഴിയാണ്. ഓക്കെ, യൂസസ് ഹാൻഡ് ഷേക്കിംഗ് ഓർ ഇൻ്റർലോക്ക് മെക്കാനിസം ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എസ്പെഷ്യലി സ്യൂട്ടബിൾ ഫോർ കോർഡിനേറ്റിംഗ് ഡിവൈസസ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്. അതാണ് ടൈമിംഗ് കൺട്രോൾ നമുക്ക് പറയാനുള്ളത്. ടൈമിംഗ് കൺട്രോൾ 2 രീതിയിലാണ്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്വിച്ചിങ് മെത്തേഡ്. നമ്മൾ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ആദ്യം ടൈമിംഗ് ആണ് പറഞ്ഞ്, രണ്ടാമത്തത് സ്വിച്ചിങ് ആണ്. സ്വിച്ചിങ് എന്താണെന്ന് നോക്കാം. സ്വിച്ചിങ് മെത്തേഡ് 2 എണ്ണം ഉണ്ട്, 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. അതാണ് സർക്യൂട്ട് സ്വിച്ചിങ്. Okay, first you will be establishing a connection between 2 devices. Only after that the data will be transferred between those devices. അതാണ് സർക്യൂട്ട് സ്വിച്ചിങ്. ക്ലിയർ? അപ്പം once a device is granted a path in the network, it occupies the path for the entire duration of the data transfer. അപ്പോൾ ആ പാത്ത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ 2 ഡിവൈസസ്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു പ്രോസസ്സറും ഒരു പ്രിൻ്ററും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽ ബി ഗ്രാൻറ്റിങ് എ ഡെഡിക്കേറ്റഡ് പാത്ത് ഫോർ ദ പ്രോസസ്സർ ആൻഡ് ദാറ്റ് പ്രിൻ്റർ. ആ പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ,
അപ്പോൾ ത്രൂ ഔട്ട് ദ എൻ്റയർ ലൈഫ് സ്പാൻ അത് എപ്പോഴൊക്കെ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ദ പ്രോസസ്സർ വിൽ ബി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദാറ്റ് പ്രിൻ്റർ ത്രൂ ദാറ്റ് പാത്ത്. ക്ലിയർ? അതാണ് സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാക്കറ്റ് സ്വിച്ചിങ്, ദ ഹോൾ ഇൻഫർമേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ഓർ സ്മോൾ ചങ്ക്സ്. എന്നിട്ട് അതിനെ നമ്മൾ തോന്നുന്ന പോലെ നമ്മൾ വെറുതെ വിടും. അത് ഏത് പാത്ത് വേണോ എടുത്ത് ഡെസ്റ്റിനേഷനിൽ പൊയ്ക്കോളും. അതാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ഇൻഫർമേഷൻ ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോൾ പാക്കറ്റ്സ് ഇൻഡിവിജ്വലി competing for a path in the network. Okay, they will self-analyze the path and they will go through that path. We don't have to reroute them. We don't have to route those packets. It will find the path by itself and it will do the data transfer. അതാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഫർമേഷൻ ഇറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോൾ ചങ്ക്സ് ഓർ പാക്കറ്റ്സ് and all the packet will be transferred simultaneously and it take different path to reach the destination. ഏത് പാത്തോണോ എടുക്കാം. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് പാത്ത് എടുത്തായിരിക്കും ചിലപ്പം അത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. ഓക്കെ, അത് പാക്കറ്റ് ഡിസൈഡ് ചെയ്തോളും ഏത് വേണമെന്നുള്ളത്. അതാണ് ഇൻഡിവിജ്വലി കമ്പീറ്റിംഗ് ഫോർ എ പാത്ത് ഇൻ ദ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അവർ തമ്മിൽ ഓരോ പാക്കറ്റും എന്തായിരുന്നു ഇൻഡിവിജ്വലി കമ്പീറ്റ് ചെയ്താണ് ആ ഡെസ്റ്റിനേഷനിലേക്ക് ആ പാക്കറ്റ് എത്തിക്കുന്നത്. ഓക്കെ, അതാണ് പാക്കറ്റ് സ്വിച്ചിങ് മെത്തേഡ്. അങ്ങനെയാണ് സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ച കൺട്രോൾ സ്ട്രാറ്റജി ആണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ നെറ്റ്വർക്ക് കൺട്രോൾ സ്ട്രാറ്റജീസ് ആർ സെൻട്രലൈസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് കൺട്രോൾ എന്ന് പറയുന്നത് വി ആർ ഹാവിങ് എ ഗ്ലോബൽ കൺട്രോൾ ദാറ്റ് റിസീവ്സ് ആൻഡ് ആക്ട്സ് ഓൺ റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസസിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോൾ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് സിസ്റ്റം ആക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് മെത്തേഡ് ആക്കാം. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ ഗ്ലോബൽ കൺട്രോളർ. ദിസ് ഗ്ലോബൽ കൺട്രോളർ വിൽ കൺട്രോൾ ഓൾ ദ ഡിവൈസസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് നെറ്റ്വർക്ക്. ഓക്കെ, ഏതൊക്കെ ഡിവൈസസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോൾ ഈ ഗ്ലോബൽ കൺട്രോളറാണ് നോക്കുന്നത്. ഓക്കെ, ആർക്കൊക്കെ ഏതൊക്കെ ഡിവൈസസിന് ആക്സസ് കൊടുക്കണം, ഏതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യണം, ഓക്കെ, ഏതിലൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഏതിനൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ ഗ്ലോബൽ കൺട്രോളർ. ദാറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സർ ഇപ്പോൾ ഒരു മെമ്മറി ഒരു പ്രോസസ്സറിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രാൻഡ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ, അത് എപ്പോൾ ഗ്രാൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ ഗ്ലോബൽ കൺട്രോളർ. സച്ച് സിസ്റ്റംസ് ആസ് നോൺ ആസ് സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ പെറിഫറൽസ് അല്ലെങ്കിൽ ഓരോ ഡിവൈസസിനും ഇറ്റ് ഈസ് ഹാവിങ് എ ലോക്കൽ കൺട്രോളർ. ദാറ്റ് ലോക്കൽ കൺട്രോളർ വിൽ പെർഫോം ദ കൺട്രോൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡിവൈസ് ഓഫ് ദ ഹാർഡ്വെയർ സിസ്റ്റം. ക്ലിയർ? അപ്പോൾ റിക്വസ്റ്റ് ഹാൻഡിൽഡ് ബൈ ലോക്കൽ ഡിവൈസസ് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, അതാണ് പറയുന്നത്. ഈ റിക്വസ്റ്റ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഗ്ലോബലി അല്ല, ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ ലോക്കലി ബൈ ദാറ്റ് ഡിവൈസസ്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ദ നെറ്റ്വർക്ക് കൺട്രോൾ സ്ട്രാറ്റജി വിച്ച് ഈസ് സെൻട്രലൈസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ക്യാരക്ടറിസ്റ്റിക്സുകളാണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്രോസസ്സർ സിസ്റ്റം ഇൻ്റർകണക്ട്സ്. മൾട്ടിപ്രോസസ്സർ സിസ്റ്റത്തിൽ നമുക്ക് എല്ലാ ഡിവൈസും തമ്മിൽ ഇൻ്റർകണക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ 3 ടെക്നോളജീസ് വെച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് hierarchical bus system, second one is crossbar switch, and the third one is multistage and combining network. ഈ 3 കോൺസെപ്റ്റാണ്. ഓക്കെ, so let us move into the first technology which is hierarchical bus system. ഓക്കെ, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇതിൻ്റെ മൾട്ടി പ്രോസസ്സറിൻ്റെ നമ്മളെന്താണ് ഇൻ്റർ കണക്ഷൻ സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഹൈറാർക്കിക്കൽ ബസ് സിസ്റ്റം നമ്മളിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഹൈറാർക്കിക്കൽ ബസ് സിസ്റ്റം എന്നുള്ളതാണ്. എ ബസ് കൺസിസ്റ്റ് ഓഫ് ഹൈറാർക്കി ഓഫ് ബസ്സസ് കണക്റ്റിംഗ് വേരിയസ് സിസ്റ്റംസ് ആൻഡ് കമ്പോണൻസ് ഇൻ എ കമ്പ്യൂട്ടർ. ഈ ബസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഓൾറെഡി കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലറൈസ്ഡ് ആണ്. അപ്പോൾ ബസ് എന്ന് പറയുന്നത് എന്താണ്? ബൈ ഡയറക്ഷണൽ യൂണിവേഴ്സൽ സ്വിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറേ ഹൈറാർക്കി ഓഫ് ബസ്സസ് ഉണ്ടാവും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈസ് യൂസ് ഫോർ കണക്റ്റിംഗ് വേരിയസ് സിസ്റ്റംസ് ആൻഡ് കമ്പോണൻസ് ഇൻ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനകത്തുള്ള ഒരുപാട് കമ്പോണൻസ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് ബസ്സസ് ആർ യൂസ്ഡ് ടു പെർഫോം ഡിഫറെൻറ്റ് ഇൻ്റർ കണക്ഷൻസ്. നമ്മൾ പല കാര്യത്തിനും പല കമ്പോണൻസും പല രീതിയിലുള്ള ബസ്സസുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഇൻ്റർ കണക്ഷന് വേണ്ടിയിട്ട് ദേ ആർ യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബസ്സസ്. ഓക്കെ, വാട്ട് ആർ ദോസ് ബസ്സസ്? ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? ആ ടൈപ്പാണ് നമ്മൾ ഇവിടെ കാണാൻ പോണത്. ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ ബസ്. ലോക്കൽ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ബസ് ഈസ് ഇംപ്ലിമെൻറ്റഡ് വിത്തിൻ ദ പ്രോസസ്സർ ചിപ്പ് ഓർ ഓൺ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. നമ്മൾ പ്രോസസ്സറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലോക്കൽ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ്സറിന് അതിൻ്റെ ലോക്കൽ മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൻ്റെ ക്യാഷുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് ലോക്കൽ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് വിത്തിൻ ദ പ്രോസസ്സർ ചിപ്പ് ഓർ ഓൺ ബോർഡ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, അല്ലെങ്കിൽ സർക്യൂട്ട് ബോർഡിനകത്ത് പ്രിൻറ്റഡ് ആയി. ഇതെല്ലാം മിക്കതും ചിപ്പിനകത്ത് ഉള്ളതാണ്, ഓൺ ബോർഡാണ്, ഓൺ ചിപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെമ്മറി ബസ്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് മെമ്മറി വിത്ത് ഇൻ്റർഫേസ് ലോജിക്. അപ്പോൾ നമ്മൾ മെമ്മറി ഡിവൈസസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ മെമ്മറി ബസ് വഴിയാണ്. ഓക്കെ, അപ്പോൾ മെമ്മറി ബസ് വഴി എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് മെമ്മറി വിത്ത് ഇൻ്റർഫേസ് ലോജിക്. ക്ലിയർ? നെക്സ്റ്റ് ഡാറ്റ ബസ്. ഡാറ്റ ബസ് നമുക്ക് എന്തിനാണ്? ഡാറ്റ ബസ് വഴിയാണ് നമ്മൾ എന്താണ് ഒരു പെരിഫറൽ ഡിവൈസസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നതെല്ലാം ഡാറ്റ ബസ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ, വി വാണ്ട് ടു സെൻഡ് ആൻ ഇൻഫർമേഷൻ ടു എ പ്രിൻ്റർ or an external device, that is done through a database. അല്ലെങ്കിൽ we have to transmit information from the computer to a communication network, that is done through database. ഓക്കെ, അതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് backplane bus. Backplane bus is a printed circuit board on which many connectors are used to plug in the functional boards. അപ്പോൾ ബാക്ക്പ്ലെയിൻ ബസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ബസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണക്ടറാണ്. ഓക്കെ, ഇത് നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡ് പോലെ ഇറ്റ് ഈസ് എ കണക്ടറാണ്. ഈ കണക്ടറിനകത്ത് പല പല മൊഡ്യൂൾസ് അല്ലെങ്കിൽ പല പല ഫങ്ഷണൽ യൂണിറ്റ്സ് കണക്ട് ചെയ്യപ്പെടുകയാണ്. അതാണ് ബാക്ക്പ്ലെയിൻ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോസസ്സർ, ഇപ്പോൾ നമ്മൾ ഈ ബോർഡിനകത്തുള്ള കണക്റ്റേഴ്സാണ് ഈ ബാക്ക്പ്ലെയിൻ ബസ് എന്ന് പറയുന്നത്. മദർ ബോർഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനകത്തുണ്ടാവുന്ന ഒരു കണക്റ്റേഴ്സാണ് ഈ ബാക്ക്പ്ലെയിൻ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് പ്രോസസ്സർ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ടാവും, മെമ്മറി കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ടാവും. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫങ്ഷണൽ കണക്റ്റേഴ്സ്, ഫങ്ഷണൽ ബോർഡ്സ് എല്ലാം നമുക്ക് കണക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ബാക്ക്പ്ലെയിൻ ബസ് വഴിയാണ്. ഓക്കെ, അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഓൺ വിച്ച് മെനി കണക്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു പ്ലഗ് ഇൻ ദ ഫങ്ഷണൽ ബോർഡ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കണക്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതുവഴി നമ്മൾ പല ഫങ്ഷണൽ ബോർഡ് നമ്മൾ അറ്റാച്ച് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അതാണ് ബാക്ക്പ്ലെയിൻ ബസ്. നൗ ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഏത് ബസ് വഴിയാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്, ഇഫ് എ പ്രോസസ്സർ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ പ്രിൻ്റർ, we have an input output bus. Okay, the best example for input output device is CSI. Okay, small computer system interface bus എന്ന് പറയുന്ന സിസ്റ്റം ഇത് വഴിയിട്ടാണ് നമ്മൾ പെരിഫറലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. SCSI സിസ്റ്റം വഴി നമ്മൾ SCSI സിസ്റ്റമല്ല, അതാണ് നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസാണ് ഈ സംഭവം SCSI എന്ന് പറയുന്നത്, സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഓക്കെ,
ബസ് സിസ്റ്റം അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു ഫിഗറിൽ അവർ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ബസ് സിസ്റ്റം അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. അപ്പം ഈ പറഞ്ഞ സാധനങ്ങളാണ് നമ്മുടെ ഓരോ ഇത് CPU ബോർഡാണ്, ഇത് മെമ്മറി ബോർഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബോർഡ്, കമ്മ്യൂണിക്കേഷൻ ബോർഡ്. ഓക്കെ, അപ്പോൾ CPU ബോർഡ് നോക്കുക. അപ്പോൾ നമ്മൾ ലോക്കൽ ബസ് എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? പ്രോസസ്സർ ബോർഡിനകത്ത്, പ്രോസസ്സർ ചിപ്പിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ബസ്സാണ് ലോക്കൽ ബസ്. ഓക്കെ, അപ്പോൾ പ്രോസസ്സറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ അകത്തുള്ള ലോക്കൽ മെമ്മറിയും അല്ലെങ്കിൽ ക്യാഷുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ കണ്ട പ്രോസസ്സർ ഇപ്പം ഈ ലോക്കൽ മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ലോക്കൽ ബസ് യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ ക്യാഷുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യും. ഈ ലോക്കൽ ബസ് വഴിയാണ് പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ഇൻ്റർഫേസ് ലോജിക്കുണ്ട്. അതായത് ഈ സിസ്റ്റവും നമ്മൾ അടുത്ത കമ്പോണൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇൻ്റർഫേസ് ഉണ്ട്. അതാണ് ഇൻ്റർഫേസ് ലോജിക് എന്ന് പറയുന്നത്, IF. അതും ഈ ലോക്കൽ ബസ്സിലേക്കും നമ്മൾ കണക്ഷൻ പോയിട്ടുണ്ട്. അതുപോലെ മെമ്മറി ബോർഡ്. ഓക്കെ, നമ്മുടെ മെമ്മറി സെൽസ്, മെമ്മറി കൺട്രോളേഴ്സ് എല്ലാം മെമ്മറി ബസ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻഫർമേഷൻസ്. ഓക്കെ, നൗ ഇൻപുട്ട് ഔട്ട്പുട്ട് ബോർഡ്, ഇതുവഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എല്ലാം കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കീബോർഡ്, മൗസ്, പ്രിൻ്റർ, അങ്ങനെയുള്ള ഡിവൈസസ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ ഇതിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ദേ ആർ ഹാവിങ് ഡാറ്റാ ബസ്. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയാൻ മറന്നു. ഇവിടെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളറുണ്ട്. ഈ കൺട്രോളർ വഴിയാണ് നമ്മൾ പെറിഫറൽസിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സറിന് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് പെറിഫറൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുമെങ്കിൽ നമ്മൾ അവിടെയുള്ള ഒരു കൺട്രോളറാണ് IOC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സറിന് ഡയറക്റ്റായിട്ട് പെറിഫറലായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു SCSI ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോളറാണ് IOC. ഇനി ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബോർഡിൽ അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സർ, പിന്നെ നമുക്ക് ഇൻ്റർഫേസ് ലോജിക്ക്, അതെല്ലാം വഴി നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ബോർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ബസ്സാണ് ഡാറ്റ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ബോർഡ്, നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റം, കമ്പ്യൂട്ടേഴ്സിൽ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡുകളിലും നമ്മുടെ ലാൻ ബോർഡ്, നമ്മുടെ ലാൻ കാർഡിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഡാറ്റാ ബസ്സാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കൺട്രോളറുണ്ട്, പിന്നെ ബഫറുണ്ട്, അത് മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇൻ്റർഫേസ് നെറ്റ്വർക്കുണ്ട്, IF, ഇൻ്റർഫേസ് ലോജിക്കുണ്ട്. അതായത് എക്സ്റ്റേണൽ ലാനിലേക്ക് എല്ലാം കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ലാൻ നമുക്കിവിടെ കൊണ്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് വഴിയാണ് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറഞ്ഞ IF വഴി, അതായത് ഇൻ്റർഫേസ് ലോജിക്ക് വഴിയേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് എ കൺട്രോളർ സർക്യൂട്ട്. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ കൺട്രോളർ, CC. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഈ ഫങ്ഷണൽ യൂണിറ്റ്സ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? യൂസിങ് എ ബാക്ക് പ്ലെയിൻ കോൾഡ് സിസ്റ്റം ബസ്. ഇതാണ് ബാക്ക് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബാക്ക് പ്ലെയിൻ്റെ ഡെഫിനീഷൻ പറഞ്ഞായിരുന്നല്ലോ. എന്താണത്? അതിൻ്റെ നോക്കിക്കേ, ഇറ്റ് ഈസ് എ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് വിച്ച് ഈസ് ഹാവിങ് മെനി കണക്റ്റേഴ്സ് വിച്ച് ഈസ് യൂസ് ടു പ്ലഗ് ഇൻ ഫങ്ഷണൽ ബോർഡ്സ്. അപ്പോൾ ഈ ബാക്ക് പ്ലെയിൻ വഴിയാണ് നമ്മളെല്ലാ ഫങ്ഷണൽ ബോർഡ്സിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ബാക്ക് പ്ലെയിൻ എന്ന് പറയുന്ന ബസ്. ഓക്കെ, സിസ്റ്റം ബസ് എന്നും പറയാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബസ്സിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഈ ഫിഗർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ബസ്സും ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് പ്ലെയിൻ ബസ്സായി, ലോക്കൽ ബസ്, മെമ്മറി ബസ്, അല്ലേ, ഡാറ്റ ബസ് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹൈറാർക്കിക്കൽ ബസ്സസ് ആൻഡ് ക്യാഷസ്. അതായത് നമുക്ക് ക്യാഷിൻ്റെയും ബസ്സിൻ്റെയും ഒരു ഹൈറാർക്കി എങ്ങനെ വരുമെന്നുള്ളതാണ് ഈ ഫിഗറിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെവലിൽ നമുക്ക് നമ്മുടെ മെമ്മറി, ഓക്കെ, നമ്മുടെ ഷെയർഡ് മെമ്മറിയാണ് ഈ പറഞ്ഞ M1, M2 എക്സെട്ര അപ് ടു MM എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഷെയർ മെമ്മറിയും നമ്മുടെ പ്രോസസ്സറിനകത്തുള്ള സെക്കൻഡ് ലെവൽ ക്യാഷ്,
ഓക്കെ, ഇത് പ്രോസസ്സിനകത്ത് വേണമെന്നില്ല, ചിലപ്പോൾ പുറത്തായിരിക്കാം. സെക്കൻഡ് ലെവൽ ക്യാഷുമായിട്ടുള്ള ലിങ്ക് അല്ലെങ്കിൽ ആ കണക്ഷൻ ഈസ് ഡൺ ത്രൂ എ ഇൻ്റർ ക്ലസ്റ്റർ ബസ്. അതുകൊണ്ട് ഈ സംഭവമാണ് ഇൻ്റർ ക്ലസ്റ്റർ ബസ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഷെയർഡ് മെമ്മറി ഈസ് കണക്റ്റഡ് വിത്ത് ദ സെക്കൻഡ് ലെവൽ ക്യാഷ് ത്രൂ ഇൻ്റർ ക്ലസ്റ്റർ ബസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി പ്രോസസ്സേഴ്സ് എല്ലാം ഓരോ ക്ലസ്റ്ററായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 ക്ലസ്റ്റർ ഉണ്ട്. ഒരു ക്ലസ്റ്ററിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ട്. കണ്ടോ, P0, P1, P2 എന്ന് പറയുന്ന മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സാണ്. ഓരോ പ്രോസസ്സറും ഇറ്റ് ഈസ് ഹാവിങ് ഇൻഡിവിജ്വൽ ക്യാഷ്. ഓക്കെ, C10, C11, C12 എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡിവിജ്വൽ ക്യാഷാണ്. ഇവിടെ അതുപോലെ 3 ക്ലസ്റ്റർ ഹാവിങ് 3 പ്രോസസ്സർ. ഈച്ച് പ്രോസസ്സർ ഈസ് ഹാവിങ് സെപ്പറേറ്റ് ക്യാഷ്. Here is also the third cluster which is having individual cache. ഓക്കെ, കണ്ടോ, അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലസ്റ്ററുകൾ തമ്മിൽ ക്ലസ്റ്ററിനകത്തുള്ള പ്രോസസ്സറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലസ്റ്റർ ബസ് ഉപയോഗിക്കുന്നത്. ഈ സംഭവം ഇതാണ് ക്ലസ്റ്റർ ബസ്. ഓക്കെ, സപ്പോസ് ഇപ്പോൾ P0 want to communicate with P2. ഓക്കെ, അത് P2 വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണം പറ്റുമോ, നമുക്ക് എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ ക്ലസ്റ്റർ ബസ് വഴിയേ നമുക്ക് ഈ ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി സപ്പോസ് P1 want to communicate with P4. P1ഉം P4 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏത് വഴിയേ പറ്റത്തുള്ളൂ, അത് നേരെ ഇൻ്റർ ക്ലസ്റ്റർ ബസ് വഴിയേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, ഇത് ഈ ബസ് എന്ന് പറയുന്നത് ഈ പല പല ക്ലസ്റ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഇൻ്റർ ക്ലസ്റ്റർ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലസ്റ്റർ ബസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലസ്റ്ററിനകത്ത് ഉള്ള മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് തമ്മിൽ ഉള്ള ലിങ്കാണ് ഇൻ്റർ ക്ലസ്റ്റർ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, ഇൻ്റർ ക്ലസ്റ്റർ അല്ല, ക്ലസ്റ്റർ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ ക്ലസ്റ്റർ ബസ് ആൻഡ് ദിസ് ഈസ് ഇൻ്റർ ക്ലസ്റ്റർ ബസ്. അപ്പോൾ ഇതാണ് ഒരു ഹൈറാർക്കിക്കൽ ക്യാഷ് ബസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ ഹൈറാർക്കിക്കൽ ബസ്സസ് ആൻഡ് ക്യാഷ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബസ് ആൻഡ് ക്യാഷ് ആർക്കിടെക്ചർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും യു ക്യാൻ ഡ്രോ ദിസ് ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ലെവൽ ഷെയർഡ് മെമ്മറി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ക്യാഷ്, ദ സെക്കൻഡ് ലെവൽ ക്യാഷ് ത്രൂ ഇന്റർ ക്ലസ്റ്റർ ബസ്. ഓക്കെ, the processors are actually organized in different clusters. Each cluster is having multiple processors and each processor is having a single separate each processors are having separate cache. Okay, so in clusters the processors are communicated through cluster bus. Okay, the processor between two clusters is communicated through intercluster bus. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഹൈറാർക്കിക്കൽ ബസ് ആൻഡ് ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി കഴിഞ്ഞു. ഹൈറാർക്കിക്കൽ ബസ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞത്. നമ്മൾ ഈ മൾട്ടി പ്രോസസ് സിസ്റ്റം ഇൻ്റർകണക്റ്റിൽ ഫസ്റ്റ് ടോപ്പിക് ഹൈറാർക്കിക്കൽ ബസ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സി ക്രോസ് സ്വിച്ച് ബാർ ആൻഡ് മൾട്ടിപോർട്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.